ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ ഡിഷാണ്, കോഴി നിറച്ചത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഴി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സൈഡും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ കോഴി ഇപ്പോൾ ഒരു കിലോയിൽ താഴെ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കോഴി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇതിപ്പോൾ ഒരു ചെറിയ ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പച്ചമുളക്, 2 ചെറിയ ചുവന്നുള്ളി, ഇത്ര ഞാൻ ചേർത്ത് എണ്ണയിൽ അരച്ചെടുത്തതാണ്. ഈ പേസ്റ്റിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 3/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളകാണ്. പിന്നെ 1/4 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി അരമുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി കൂടെ ഒന്ന് ലൂസ് ആവണം. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടത്തില്ലേ, അതിൻ്റെ ആ മിക്സിയുടെ ജാറ് കഴുകി എടുത്തിരിക്കുന്ന വെള്ളമാണ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഈ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. മസാല എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല എത്തുന്ന പോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. നമ്മളിങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിലോട്ടൊക്കെ മസാല കയറി പോകുന്നത് പോലെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഈ ചിക്കൻ്റെ ഉൾവശത്തും മസാല തേച്ച് കൊടുക്കണം. പക്ഷെ അവിടെ ഒരുപാട് ഇങ്ങനെ തേക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ചാൽ മതി അവിടെയൊക്കെ. ഇപ്പം മസാലയെല്ലാം നമ്മൾ നന്നായിട്ട് ഈ കോഴിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-2.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. സാധാരണ എല്ലാവരും ഇത് നേരിട്ട് എണ്ണയിലോട്ട് ഇട്ട് വറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രമേ വറക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഈ ചിക്കൻ്റെ കാല് രണ്ടും കെട്ടിയിട്ടിട്ടാണ് ആദ്യം മുതൽ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം. ഞാനിത് ഈ ചിക്കൻ്റെ ഒരു കാലിലേക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് മറ്റേ കാല് അതിലൂടെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇനി ഞാൻ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇതൊരു കുക്കറിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കാം. ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ഒന്നും വിട്ടൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇറക്കി വെക്കാം. സാധാരണ എല്ലാവരും ഇതുപോലെ നേരിട്ട് വന്ന് ഇങ്ങനെ ചിക്കൻ വറക്കത്തേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇവിടെ മോൾക്കാണെങ്കിൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ ശരിക്കും വേവാതെ ഇറച്ചി കഴിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പം. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വേവിച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആ സ്റ്റെപ്പ് ഒഴിവാക്കി കുക്കർ വേവിക്കണ്ട, ഡയറക്റ്റ് വന്ന് നിങ്ങൾക്കിവിടെ ഇങ്ങനെ അങ്ങ് വറുത്തെടുത്താൽ മതി. നമ്മളിനി ഒന്നുകൂടെ വേവിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചത്. ഇപ്പോൾ നമ്മൾ ചിക്കന് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുക്കണം. പിന്നെ കുക്കറിലിടുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ സൂക്ഷിച്ച് വേണം അത് ചെയ്യാനായിട്ട്. കാരണം ഈ ചിക്കന് കാലും കയ്യും ഒന്നും ഒടിഞ്ഞൊന്നും പോകരുത്. ആ രീതിയിൽ വേണം
അത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ വറുക്കാനെടുത്ത എണ്ണ തന്നെയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ സവോള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടില്ലേ, രണ്ടും കൂടെ 1/4 ടീസ്പൂണിലും താഴെ ഉള്ളൂ, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, കാരണം ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവൂ. നമ്മളെല്ലാം കുക്ക് ചെയ്യുമ്പം ഉപ്പ് ചേർത്താണ് ചെയ്യുന്നത്. അവസാനം ഒരുപാട് ഉപ്പായി പോകരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/4 ടീസ്പൂണിലും താഴെ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പിഞ്ച് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും. മസാല അധികം വേണ്ട ഇതിന് കേട്ടോ, ഇത് ചേർത്തു എന്നുള്ള പേരിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ലേശം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടാറിയിട്ടേ നമുക്കിത് ചിക്കൻ്റെ ഉള്ളിലോട്ട് നിറച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ഒരു മുട്ട കൂടി പുഴുങ്ങിയെടുത്ത് വെക്കണേ. കോഴിയുടെ വലിപ്പത്തിനനുസരിച്ച് 1-2 മുട്ട പറ്റും. പക്ഷേ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെറിയ കോഴിയാണ്, അതുകൊണ്ട് തന്നെ ഒരു മുട്ടേ പറ്റുള്ളൂ. അപ്പം മസാലയൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ മസാല നിറച്ചു കൊടുക്കാം. 1 സ്പൂൺ മസാല ആദ്യം ഞാൻ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുട്ട വെച്ചു കൊടുക്കാം. ബാക്കിയുള്ള മസാലയും കൂടി സൈഡിലോട്ടൊക്കെ വെച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ആദ്യം തന്നെ കാല് കെട്ടി വെച്ചിരിക്കുകയായോണ്ട് ഈ മസാല പുറത്തേക്ക് ഇറങ്ങി വരത്തില്ല, അല്ലെങ്കിൽ ഈ മസാല പുറത്തേക്ക് വരും. നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം തന്നെ ഇതുപോലെ കാല് കെട്ടി വെക്കാനായിട്ട് നോക്കണം. കാല് ഇതുപോലെ കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നൂലിട്ട് കെട്ടിയാലും മതി. എന്തെങ്കിലും കാരണവശാൽ മസാല പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ 2 സൈഡും കൂടെ കെട്ടിക്കൊടുക്കണം. ചിലരൊക്കെ ആണെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ച് തയ്ക്കുന്ന കാണാം. അല്ലെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി വെച്ചാലും മതി. 2-3 ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി വെക്കാവുന്നതാണ്. പക്ഷെ ആദ്യം തന്നെ ഈ കാലിങ്ങനെ കെട്ടിവെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മൾ ഈ ചിക്കനുള്ളിൽ മസാലയെല്ലാം നിറച്ച് മുട്ടയൊക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവോള, 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ചെറിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ചിക്കൻ ഓൾറെഡി വെന്തതാണ്. എന്നാലും ഈ ഗ്രേവിയിലും ഒക്കെ ഒന്ന് കിടന്ന ആ ഗ്രേവിയൊക്കെ ഒന്ന് ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴുത്ത തക്കാളിക്ക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടിയൊന്നുമില്ല, കാരണം ഓൾറെഡി എല്ലാത്തിലും മസാലയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ. ഇതിൽ ഞാൻ ഒരു 1/4 ടീസ്പൂണിലും താഴെ കാശ്മീരി മുളക് പൊടിയും 1 പിഞ്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. വേറെ ഒരു മസാലയും ഇതിലോട്ട് ചേർക്കണ്ട. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ മസാല ഇപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മൾ മുമ്പ് ചിക്കൻ വേവിച്ചപ്പം ബാക്കി വന്ന വെള്ളമാണ്. നിങ്ങൾ ഇങ്ങനെ ചിക്കൻ വേവിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും വെള്ളം നിങ്ങൾക്ക് ചേർക്കാനില്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി.
ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പം നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്ന കോഴി പതുക്കെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഗ്രേവിയൊക്കെ എടുത്ത് ഒഴിക്കണം. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് ഓൾറെഡി കുക്ക് ചെയ്തായതുകൊണ്ട് എനിക്കിത് ഇച്ചിരി ഫ്ലെയിമേൽ വെക്കാനായിട്ട് പറ്റും, കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാൻ പറ്റും. പക്ഷേ നിങ്ങളിത് ആദ്യം കുക്കർ വേവിക്കാതാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം അധികം കൂട്ടി വെച്ച് ഗ്രേവി പെട്ടെന്ന് അങ്ങ് കുറുക്കി കളയരുത്. ഇതൊന്ന് വെന്ത് വരുന്നിടം വരെ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവോള ഒന്ന് വറുത്തെടുക്കാം. ഇതൊക്കെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ വറുത്തെടുക്കാം. കിസ്മിസ് ആയിട്ടുണ്ട്, കാഷ്യൂ നട്ട്സും ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഗാർണിഷിങ്ങിന്റെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലേശം മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും കൂടെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം ഗ്രേവി ഉള്ള പോലാണ് ഈ ചിക്കൻ നിറച്ചത് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുഴുവൻ വറ്റിച്ചെടുക്കാൻ വേണ്ടി നിൽക്കണ്ട. ഒന്ന് നന്നായിട്ട് കുറുകി ഒരു ഗ്രേവി കിട്ടുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ കോഴി നിറച്ചത് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടായി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് ലേശം ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സവോളയും കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴി നിറച്ചത് തയ്യാറായിട്ടുണ്ട്. ഇതൊക്കെ കോഴിക്കോട്ടൊക്കെ ആണെങ്കിൽ എല്ലാ പരിപാടികൾക്കും അവരുടെ എല്ലാ വിശേഷങ്ങൾക്കും ഈ ഒരു വിഭവം മസ്റ്റാണ്. പക്ഷെ നമുക്കിത് അത്ര ഫെമിലിയർ അല്ലായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുക, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഇനി വെന്തോ എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം കാണും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെൻ്റെ മോളാണ് മണിക്കുട്ടി. മണിക്കുട്ടി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. ഉണ്ടോ, മണിക്കുട്ടി പറഞ്ഞു കേട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.